മൂവാറ്റൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി N. അരുണിന്റെ പൊതുപര്യടനം പായിപ്ര പഞ്ചായത്തിൽ നടന്നു. രാവിലെ പായിപ്ര സ്കൂൾ പടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം അഡ്വക്കേറ്റ് PM ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി N. അരുണിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ജന്മനാടായ പായിപ്രയിലായിരുന്നു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണമൊരുക്കിയാണ് നാട്ടുകാർ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേറ്റത്. വർഷങ്ങളായി തങ്ങൾക്കിടയിൽ വളർന്നുവന്ന വ്യക്തിയെ ജനപ്രതിനിധിയായി കാണാനുള്ള ആഗ്രഹത്തിലാണ് നാട്ടുകാർ. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ പായിപ്ര സ്കൂൾ പടിയിൽ നിന്നും രാവിലെ ആരംഭിച്ച പര്യടനം അഡ്വക്കേറ്റ് PM ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. അതോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു MLA വേണമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീ അരുൺ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് മാത്രം വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ യോഗ നടപടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ജന്മനാട്ടിൽ ലഭിക്കുന്ന ഈ സ്നേഹം വലിയ ഉത്തരവാദിത്വമാണ് നൽകുന്നതെന്നും നാടിന്റെ വികസനത്തിനായി എന്നും മുൻപന്തിയിലുണ്ടാകുമെന്നും സ്ഥാനാർത്ഥി N. അരുൺ പറഞ്ഞു. ഇന്നലെ ചർച്ചയ്ക്ക് തയ്യാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി നമ്മൾ പര്യടനം തുടങ്ങി. അതിന്റെ പിറ്റേ ദിവസം ചർച്ചയ്ക്ക് തയ്യാർ സോഷ്യൽ മീഡിയയിലൂടെയോ നേരിട്ടോ ഏത് രീതിയിലും ചർച്ചയ്ക്ക് തയ്യാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നഗര വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കാശൊന്നും മുടക്കിയില്ല. സാധാരണ നമ്മുടെ മാതൃഭൂമി മനോരമ പത്രത്തിന്റെ വലിപ്പത്തിൽ 2 ഷീറ്റുള്ള ഒരു പത്രം പുറത്തിറക്കിയിട്ടുണ്ട്. ആ പത്രം ഒന്ന് വായിച്ചിട്ട് അതിന്റെ മറുപടി പറഞ്ഞാലും മതി. ഈ പദ്ധതികളൊക്കെ ആരാണ് കൊണ്ടുവന്നത് കൃത്യമായി പറയും. സമയങ്ങളൊക്കെയാണ്. ചർച്ചയ്ക്ക് തയ്യാർ തന്നെയാണ്. ഈ പറയുന്ന പദ്ധതികളിൽ ഏത് പദ്ധതിയാണ് മാത്യു കൊടിനാട് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? ഞങ്ങളുടെ ഈ കൃത്യമായ രേഖകളുണ്ട്. ഈ പദ്ധതികളൊന്നും തന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതല്ല. തുടർന്ന് മാനാറി മില്ലുംപടി, ലക്ഷം വീട്, പായിപ്ര സൊസൈറ്റിപ്പടി, ഈസ്റ്റ് പായിപ്ര മില്ലുംപടി, പായിപ്ര സൗത്ത്, കാവാട്ടുമുക്ക്, തട്ടുപറമ്പ്, പള്ളിപ്പടി, ഐരുമല, എള്ളുമലപ്പടി, കൂരിക്കാവ്, EB ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ഉച്ചകഴിഞ്ഞ് സിവിൽ സ്റ്റേഷൻ, മുടവൂർ, പള്ളിത്താഴം, ശൂലംകുഴി, കബറിങ്ങൽ, പായിപ്ര കവല, എസ് വളവ്, പള്ളിച്ചിറങ്ങര, പാറ്റായി, തേരപ്പാറ, സീനായി ഗിരിക്കുരിശ്, പള്ളിത്താഴം, കറുകപ്പള്ളി, കാവുംപടി, തൃക്കളത്തൂർ സൊസൈറ്റിപ്പടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി തോട്ടുപുറത്ത് സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ദൃശ്യമായത്. വെള്ളിയാഴ്ച വാളകം, മാറാടി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും.